അള്ളാഹുവിന്റെ തൃപ്തിയാണ്, റിദയാണ് നമുക്ക് ആദ്യം ആവശ്യം. സ്വർഗത്തെക്കാളും മുമ്പ് ആവശ്യം റിദയാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുമ്പം അള്ളാഹുവിനെ തന്നെയാണ്. നമ്മൾ പേടിക്കേണ്ടത് സഖത്താണ്, അള്ളാഹുവിന്റെ കോപത്തെയാണ്, അള്ളാഹുവിന്റെ ദേഷ്യത്തെയാണ്. പിന്നെയാണ് നമ്മൾ നരകത്തെ തൊട്ട് പിന്നെ കാവൽ ചോദിക്കും. അപ്പോ അതിന്റെ അർത്ഥം നരകത്തെക്കാളും കഠിനമാണ് അള്ളാഹുവിന്റെ കോപമെന്ന്. എന്നാൽ സ്വർഗത്തെക്കാളും വലുതാണ് അള്ളാഹുവിന്റെ തൃപ്തിയെന്ന്. അപ്പൊ ഒരു അബ്ദിന് വേണ്ടത് തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏതു സമയത്തും നമ്മൾ ആശിക്കേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുമ്പോൾ നമ്മളുള്ളിൽ ആദ്യം ഖനാഅത്ത് ഉണ്ടാവണം. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടണം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയതിലെല്ലാം തൃപ്തിപ്പെടണം. ഖനാഅത്ത് ഉണ്ടാവണം. ഒരു ഈമാന്റെ ഭാഗമാണ് ഒരു മുഅ്മിന് ഖനാഅത്ത് ഉണ്ടാവുക, ഉള്ളതിൽ തൃപ്തിപ്പെടുക. അല്ലാതെ മറ്റവന്റെ വീടോ മറ്റവന്റെ വണ്ടിയോ മറ്റവന്റെ ജോലിയോ അതിൽ ആശിക്കാതെ നിന്റെ വീടിലും നിന്റെ ജോലിയിലും നിന്റെ വണ്ടിയിലും നിന്റെ എല്ലാത്തിലും നിനക്കെന്താണ് ഇപ്പോൾ ഉള്ളത് അതിൽ തൃപ്തി കാണിക്കും. അവിടെയാണ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് നമ്മൾ അടിമപ്പെടുക എന്ന് പറയുന്നത്. അള്ളാഹു നൽകിയതിൽ ആദ്യം തൃപ്തിപ്പെടണം, എങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി അവന് ലഭിക്കും. നമ്മള് പിന്നെ മറ്റവന്റെ അനുഗ്രഹത്തെ നോക്കി അത് തേടുമ്പോഴാണ് നമുക്ക് പ്രശ്നം. നേരെ മറിച്ച് നമ്മളെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നമ്മൾ തൃപ്തിപ്പെട്ടാൽ എന്നാൽ അള്ളാഹുവിന് തൃപ്തി കിട്ടും.